അതായത് ഇന്ന് നമ്മൾ പഠിക്കുന്ന ടോപ്പിക്ക് പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട PYQ ആണ് നോക്കുന്നത്. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നത് 1993 ഏപ്രിൽ 24. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നത് 1993 ഏപ്രിൽ 24. 1993 ഏപ്രിൽ 24 ഭരണഘടനാ ഭേദഗതി. മുനിസിപ്പാലിറ്റി നിയമം വന്നത് 1993 ജൂൺ 1 മുനിസിപ്പാലിറ്റി നിയമം വന്നത്. കേരളത്തിൽ ത്രിതല പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നത് 1994 ഏപ്രിൽ 23. അപ്പോൾ കേരളത്തിൽ ത്രിതല പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നത് 94 ഏപ്രിൽ 23. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നത് 93 ഏപ്രിൽ 24 കേരളത്തിൽ വന്നത് 94 ഏപ്രിൽ 23 കേരള മുനിസിപ്പാലിറ്റി നിയമം വന്നത് 1994 മെയ് 30 കേരള മുനിസിപ്പാലിറ്റി നിയമം വന്നത് 1994 മെയ് 30 ഗ്രാമസഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് എന്ന് പറയുന്നത് 243A ആണ്. 1994 കേരള പഞ്ചായത്ത് രാജ് പ്രകാരം ഗ്രാമസഭയുടെ യോഗം ചേരേണ്ടത് കുറഞ്ഞ് 3 മാസത്തിൽ ഒരിക്കൽ. 73 ഭരണഘടനാ ഭേദഗതി പ്രകാരം സംസ്ഥാന വിഷയങ്ങളിൽ ഉൾപ്പെട്ട 29 വിഷയങ്ങൾ ഭരണഘടനയുടെ ഏത് പട്ടികയിൽ ചേർത്തത് എന്ന് വെച്ചാൽ 11ാം പട്ടികയിലാണ് കൂട്ടിച്ചേർത്തത്. അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി എന്ന് വെച്ചാൽ PK തുങ്കൻ കമ്മിറ്റി. ഇത് മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി എന്ന് പറയുന്നത് ഏതാണ്? PK തുങ്കൻ കമ്മിറ്റി. EMS അശോക് മേത്ത കമ്മിറ്റി അംഗമായിരുന്നു. EMS ഏത് കമ്മിറ്റിയിലാണ്? അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായിരുന്നു. 73 ഭരണഘടനാ ഭേദഗതി പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ടത്. 73 ഭരണഘടനാ ഭേദഗതി പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നത് 1959 ഒക്ടോബർ 2 രാജസ്ഥാൻ. 1959 ഒക്ടോബർ 2 രാജസ്ഥാനിലാണ്. പഞ്ചായത്ത് രാജ് നിയമം പാസാക്കിയ ഇന്ത്യയിലെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് PV നരസിംഹ റാവു ആണ്. ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷൻ എന്ന് പറയുന്നത് പ്രസിഡന്റ് ആയിരിക്കും. മുനിസിപ്പാലിറ്റി അധ്യക്ഷൻ എന്ന് പറയുന്നത് ചെയർമാൻ ആയിരിക്കും. ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിയമസാധുത നൽകുന്നത് PK തുങ്കൻ കമ്മിറ്റി. ഇന്ത്യയിൽ 1989 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിയമസാധുത നൽകുന്നത് PK തുങ്കൻ കമ്മിറ്റി. ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ ശുപാർശ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. അതായത് ത്രിതല പഞ്ചായത്ത് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം നൽകുന്നത് PK തുങ്കൻ കമ്മിറ്റിയാണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാൻ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം നൽകുന്ന തുങ്കൻ കമ്മിറ്റി. EMS അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായിരുന്നു. 73 ഭേദഗതിയിലാണ് പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നത് 59 ഒക്ടോബർ 2 പഞ്ചായത്ത് രാജ് നിയമം പാസാക്കിയ ഇന്ത്യയിലെ പ്രധാനമന്ത്രി PV നരസിംഹ റാവു ആണ്. ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷൻ പ്രസിഡന്റാണ്. മുനിസിപ്പാലിറ്റി അധ്യക്ഷൻ എന്ന് പറയുന്നത് ചെയർമാനാണ്. ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിന് ശുപാർശ ചെയ്തത് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണ്. അടുത്ത പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ ധനകാര്യങ്ങളിൽ പഠനം നടത്താൻ നിയോഗിച്ച കമ്മിറ്റിയാണ് സന്താനം കമ്മിറ്റി. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് നിർദ്ദേശിച്ച, അതായത് പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് നിർദ്ദേശിച്ചത് സിംഗ്വി കമ്മിറ്റി. എല്ലാം സിംഗ്വി. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് നിർദ്ദേശിച്ചത് എല്ലാം സിംഗ്വി കമ്മിറ്റി. പഞ്ചായത്ത് രാജിന് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് പറഞ്ഞാൽ PK തുങ്കൻ കമ്മിറ്റി. ഇന്ത്യയെ പഞ്ചായത്ത് രാജിൻ്റെ പിതാവ് എന്ന് പറയുന്നത് പഞ്ചായത്ത് രാജിൻ്റെ പിതാവ് ആരാണ്? ബൽവന്ത് റായ് കമ്മിറ്റി. ബൽവന്ത് റായ് കമ്മിറ്റി എന്താണ് ശുപാർശ ചെയ്തത്? ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനമാണ് ശുപാർശ ചെയ്തത്. അപ്പോൾ ഒന്നും കൂടെ നമ്മൾ നോക്കാം. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നത് 1993 ഏപ്രിൽ 24 മുനിസിപ്പാലിറ്റി 93 ജൂൺ 1 കേരളത്തിൽ ത്രിതല പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നത് 94 ഏപ്രിൽ 24 മുനിസിപ്പാലിറ്റി നിയമം 94 മെയ് 30 ഗ്രാമസഭയെക്കുറിച്ച് 243A ആണ്. 97 ഗ്രാമപഞ്ചായത്ത് പ്രകാരം ഗ്രാമസഭയുടെ യോഗം ചേർന്ന 3 മാസത്തിൽ ഒരിക്കൽ. 73 ഭരണഘടനാ ഭേദഗതി പ്രകാരം സംസ്ഥാന വിഷയങ്ങളിൽ ഉൾപ്പെട്ട 29 വിഷയങ്ങൾ ഭരണഘടനയുടെ ഏത് പട്ടികയിൽ കൂട്ടിച്ചേർക്കുന്നു? 11ാം പട്ടികയെ കൂട്ടിച്ചേർക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ ഐക്യ കേരള പ്രസ്ഥാനമാണ് നോക്കുന്നത്. അഖില കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം 1921 ഏപ്രിൽ 23 മുതൽ 26 വരെയാണ്. ഒറ്റപ്പാലത്ത് വെച്ചാണ് അഖില കേരള സമ്മേളനം നടന്നത്. എന്നാണ് 1921 ഏപ്രിൽ 23 മുതൽ 26 വരെയാണ്. അധ്യക്ഷൻ T. പ്രകാശുമാണ്. കേരള കോൺഗ്രസ് സമ്മേളനം 1923
പാലക്കാട് അധ്യക്ഷൻ സരോജിനി നായിഡു. കേരള കോൺഗ്രസ് സമ്മേളനം 1923. പാലക്കാട് അധ്യക്ഷൻ സരോജിനി നായിഡുവാണ്. 23 പാലക്കാട് അധ്യക്ഷൻ സരോജിനി നായിഡു. 28 മെയ് 25, 27 സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണം എന്ന് പറഞ്ഞത് പയ്യന്നൂരായിരുന്നു. അധ്യക്ഷൻ എന്ന് വെച്ചാൽ നെഹ്റു. അപ്പോൾ 1928 മെയ് 25 മുതൽ 27 വരെ സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി സംഘടിപ്പിക്കണം എന്ന് പറഞ്ഞത് പയ്യന്നൂരാണ്. അധ്യക്ഷൻ നെഹ്റുവാണ്. അഖില കേരള കുടിയാൻ സമ്മേളനം എന്ന് വെച്ചാൽ 1928 എറണാകുളം ലാലാ ലജ്പത് റായ്. അഖില കേരള കുടിയാൻ സമ്മേളനം എവിടെ വെച്ചാണ്? കുടിയാൻ സമ്മേളനം 28 എറണാകുളം ലാലാ ലജ്പത് റായ്. 37 തിരുവനന്തപുരത്ത് വെച്ച് പട്ടാമ്പി സീതാരാമയ്യ. 1946 KPCC ഉപസമിതി അധ്യക്ഷൻ KP കേശവമേനോനാണ്. 47 തൃശ്ശൂർ അധ്യക്ഷൻ KK ഇത് മോസ്റ്റ് റിപ്പീറ്റഡ് ആണ്. 47 തൃശ്ശൂർ അധ്യക്ഷൻ KK എളപ്പൻ. പ്രമേയം അവതരിപ്പിച്ചത് KK എളപ്പനാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം ആലുവയിൽ 1948 പ്രസിഡന്റ് KK എളപ്പൻ. ഐക്യകേരള തമ്പുരാൻ കേരള വർമ്മ 7. തിരുക്കൊച്ചി സംയോജനം 1949 ജൂലൈ 1. രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. കേരള സംസ്ഥാനം രൂപീകരണം എന്ന് വെച്ചാൽ 1956 നവംബർ 1 ഭാഷ ലീല തിലകം. കൊച്ചി ഫസ്റ്റ് പ്രധാനമന്ത്രി പനമ്പള്ളി ഗോവിന്ദ മേനോൻ. സെക്കൻഡ് T കൃഷ്ണൻ നായർ. തിരുവിതാംകൂറിൽ ഫസ്റ്റ് പട്ടം താണുപിള്ളയാണ് തിരുവിതാംകൂറിൽ. തിരുക്കൊച്ചിയിൽ ഫസ്റ്റ് മുഖ്യമന്ത്രി പറവൂർ TK നാരായണനാണ്. ഇനി മുഖ്യമന്ത്രിമാരെന്ന് പറയുന്നത് പറവൂർ TK നാരായണപിള്ള, C കേശവൻ, AG ജോൺ, പട്ടം താണുപിള്ള, പനമ്പള്ളി ഗോവിന്ദൻ മേനോന്. മന്ത്രിസഭയിൽ ഫസ്റ്റ് വനിത എന്ന് പറയുന്നത് ആനി മസ്കരി.